ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ നിമിഷത്തിൽ ഒരു കാര്യമാണ് നിങ്ങളോടൊപ്പം നടക്കുന്നത്. നിങ്ങളത് ചിന്തിക്കാതെ തന്നെ ചെയ്യുകയാണ്. നിങ്ങളിത് പഠിച്ചിട്ടില്ല, ആരും നിങ്ങളെ അതിന് പരിശീലിപ്പിച്ചിട്ടില്ല. എന്നാൽ അത് നിർത്തിയാൽ നിങ്ങളുടെ ജീവിതം ഈ നിമിഷം തന്നെ അവസാനിക്കും. ആ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് ശ്വാസം. നമ്മൾ ജനിച്ച നിമിഷം മുതൽ അവസാന നിമിഷം വരെ നമ്മളോടൊപ്പം നിശബ്ദമായി നടക്കുന്ന ഒരു അത്ഭുതമാണ് ശ്വാസം. എന്നാൽ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കുന്നതും അതിനെയാണ്. നമ്മൾ ലോകത്തിൽ 1000 കാര്യങ്ങൾ പഠിക്കുന്നു. പണം സമ്പാദിക്കാൻ പഠിക്കുന്നു, ബിസിനസ് പഠിക്കുന്നു, ടെക്നോളജി പഠിക്കുന്നു, ആളുകളുമായി സംസാരിക്കാൻ പഠിക്കുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ശ്വാസത്തെ ഒരിക്കൽ പോലും നിർത്തി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും മറുപടിയില്ല. ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. രാവിലെ എഴുന്നേറ്റ നിമിഷം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ മനസ്സ് ഒരു നിമിഷം പോലും നിൽക്കാറില്ല. അതെല്ലായ്പ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ഇന്നലെ ആരോ പറഞ്ഞ വാക്കുകൾ, അതെല്ലാം ഓർമ്മ വരും. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഭയം വരും. ചിലപ്പോൾ നമ്മൾക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമം വരും. ചിലപ്പോൾ നമ്മളെക്കാൾ മുന്നിൽ പോയവരെ കണ്ട് അസൂയ വരും. ഇതെല്ലാം മനസ്സിൽ തിരമാലകളെ പോലെ വരികയും പോവുകയും ചെയ്യും. ഈ നിരന്തര ഓട്ടമാണ് മനുഷ്യനെ ഉള്ളിൽ നിന്ന് ക്ഷീണിപ്പിക്കുന്നത്. ശരീരത്തിന് കിട്ടുന്ന ക്ഷീണം വിശ്രമം കൊണ്ട് മാറും. പക്ഷേ മനസ്സിന് കിട്ടുന്ന ക്ഷീണം എങ്ങനെയാണ് മാറുന്നത്? അതിനുള്ള മരുന്നാണ് ധ്യാനം എന്ന് പല മഹാന്മാരും ജ്ഞാനികളും യോഗികളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ധ്യാനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലർ ഭയപ്പെടും. ഇത് വലിയ സന്യാസിമാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ലേ എന്നുകൂടെ അവർ ചോദിച്ചേക്കാം. ഇത് ചെയ്യാൻ പർവ്വതങ്ങളിൽ പോകണം, ഈ ലോകം വിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബം വിട്ട് പോകണം എന്നൊക്കെയും ചിലർ കരുതുന്നുണ്ട്. പക്ഷേ സത്യം അതല്ല. ധ്യാനം ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു ലളിതമായ കഴിവ് മാത്രമാണ്. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്ക്. അവൻ എന്തെങ്കിലും ഒരു കളിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയോടെ ഇരിക്കുകയാണ്. അവൻ അതുമാത്രമായിരിക്കും പൂർണ്ണ ശ്രദ്ധ. അതിൽ മൊത്തം ലയിച്ചിരിക്കും. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ഭാവിയില്ല, പഴയ ഓർമ്മകളില്ല. അവൻ പൂർണ്ണമായും ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കുകയാണ്. അതാണ് ധ്യാനത്തിൻ്റെ ആദ്യ രഹസ്യവും. അതുതന്നെയാണ് എൻ്റെ ആ ഒരു സീക്രട്ട്. എന്നാൽ നമ്മൾ വളരുമ്പോൾ ഈ സ്വാഭാവികത നഷ്ടപ്പെടുന്നു. നമ്മൾ എല്ലായ്പ്പോഴും എന്തെങ്കിലും നേടണം, എന്തെങ്കിലും ആകണം, മറ്റുള്ളവരെക്കാൾ മുന്നിൽ നിൽക്കണം എന്ന ഒരേ ഓട്ടത്തിലാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ ഒരു കാര്യമാണ് മറക്കുന്നത്. നമ്മൾ ആരാണ് എന്ന ചോദ്യത്തെ, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തെ. ധ്യാനം ഈ ചോദ്യങ്ങളിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നിമിഷമാണ്. നിങ്ങൾ ഒരിക്കൽ ഒറ്റയ്ക്ക് ശാന്തമായി ഇരുന്നിട്ടുണ്ടോ? ആദ്യത്തെ കുറച്ച് മിനിറ്റ് തന്നെ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം മനസ്സ് ഉടൻ തന്നെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ തേടുകയാണ് ചെയ്യുന്നത്. ഫോൺ എടുത്ത് നോക്കണമെന്ന് തോന്നും, ആരെങ്കിലും ഒന്ന് വിളിക്കണമെന്ന് തോന്നും, എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. കാരണം മനസ്സ് നിശബ്ദതയെ പേടിക്കുകയാണ്. നിശബ്ദമാകില്ല മനസ്സ്. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം കൂടി ഇരുന്നാൽ ഒരു വിചിത്രമായ കാര്യം നടക്കും. ആദ്യം ചിന്തകൾ ശക്തമായി വിട്ടുവരും, പിന്നെ അവ കുറയും. നിങ്ങൾ അവയെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് പോകേണ്ട ആവശ്യമില്ല. വെറുതെ കാണുക. കടലിലെ തിരമാലകളെ പോലെ അവ വരും പോകും. അങ്ങനെ ചെയ്യും. ഈ സമയത്ത് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ കാര്യം ശ്വാസമാണ്. ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. ഇത്ര ലളിതമായ ഒരു പ്രക്രിയ. എന്നാൽ അതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് പതിയെ ശാന്തമാകും. കാരണം മനസ്സിന് ഒരു സൗമ്യമായ ആധാരം കിട്ടുകയാണ്. പല സിദ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ ദൈവത്തെ പുറത്താണ് തേടുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വാതിൽ ഉള്ളിലാണ്. ധ്യാനം ആ വാതിൽ തുറക്കുന്ന ഒരു ചെറിയ നിമിഷം മാത്രമാണ്. നിങ്ങൾ കുറച്ച് സമയം നിശബ്ദമായിരിക്കുമ്പോൾ ഉള്ളിലൊരു ശാന്തത ഉയരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അത് പുറത്തുള്ള ലോകത്തിൽ നിന്ന് വരുന്നതൊന്നുമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഉയരുന്നത്. അതാണ് ധ്യാനത്തിൻ്റെ ആദ്യത്തെ അനുഗ്രഹം. നമ്മൾ മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കുന്ന വലിയ പ്രശ്നങ്ങളെല്ലാം ഈ പുറത്തുനിന്നൊന്നും വരുന്നതല്ല. പലപ്പോഴും അവ മനസ്സിൽ നിന്ന് തന്നെയാണ് ഉയരുന്നത്. ഒരേ സംഭവം 2 ആളുകൾക്ക് സംഭവിച്ചാലും കൂടെ അവരുടെ അനുഭവം ഒരുപോലെ ആവില്ല. ഒരാൾ അതിനെ വലിയ ദുഃഖമായിട്ട് കാണും,
മറ്റൊരാൾ അതിനെ ഒരു ചെറിയ അനുഭവമായിട്ട് കാണും. അതിൻ്റെ കാരണം സംഭവമല്ല, മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഒരു ചെറിയ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? ഗുരു അപ്പോൾ അവനോട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളമെടുത്തു. പിന്നെ ഒരു കൈ നിറയെ ഉപ്പെടുത്ത് അതിലിട്ടു. ഇത് കുടിച്ചു നോക്കാൻ പറഞ്ഞു. ശിഷ്യൻ കുടിച്ചു. ഉടനെ അവൻ മുഖം ചൊളിച്ചു. വളരെ ഉപ്പാണല്ലോ ഗുരു, ഇതെങ്ങനെ കുടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഗുരു അവനെ അടുത്തുള്ള ഒരു വലിയ തടാകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതേ അളവിൽ ഉപ്പെടുത്ത് തടാകത്തിലിട്ടു. ഇപ്പോൾ ഈ വെള്ളം കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ശിഷ്യൻ കുടിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ഗുരു ചോദിച്ചു. ഒന്നും പ്രശ്നമില്ല, ഉപ്പില്ല എന്ന് ശിഷ്യൻ പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ജീവിതത്തിലെ ദുഃഖം ഉപ്പിനെ പോലെയാണ്. അത് പലർക്കും ഒരേ അളവിലാണ് വരുന്നത്. പക്ഷേ നിൻ്റെ മനസ്സ് ഒരു ചെറിയ ഗ്ലാസ് പോലെയാണെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല. എന്നാൽ നിൻ്റെ മനസ്സ് ഒരു വലിയ തടാകം പോലെയാണെങ്കിൽ അതേ ദുഃഖം പോലും നിന്നെ ബാധിക്കില്ല. ധ്യാനം മനുഷ്യൻ്റെ മനസ്സിനെ ഒരു തടാകം പോലെ വിശാലമാക്കുന്ന ഒരു വഴിയാണ്. ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാൻ തുടങ്ങും. പലർക്കും അവരുടെ മനസ്സിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒന്നും അറിയില്ല, അതാ സത്യം. അവർ ചിന്തകളെ തന്നെ ഞങ്ങൾ തന്നെയാണെന്ന് വിചാരിക്കുകയാണ്. കോപം വരുമ്പോൾ ഞാൻ കോപത്തിലാണ് എന്ന് അവർ കരുതുന്നു. ഭയം വരുമ്പോൾ എനിക്ക് ഭയമാണ് എന്ന് കരുതുന്നു. എന്നാൽ ധ്യാനം ചെയ്യുന്ന ഒരാൾ ഒരു വലിയ സത്യം തിരിച്ചറിയാൻ തുടങ്ങും. ചിന്തകൾ വരുന്നു, പോകുന്നു. പക്ഷേ അവയെ കാണുന്ന ഒരാൾ ഉള്ളിൽ ഉണ്ടെന്ന് ആ സത്യം മനസ്സിലാക്കുന്നു. ആ കാണുന്ന ഒരാളെയാണ് ചില ആത്മീയ മാർഗങ്ങളിൽ സാക്ഷി എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിനെ വെറുതെ കാണാൻ തുടങ്ങുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ലഭിക്കും. മുൻപ് ഒരു ചെറിയ വാക്ക് കേട്ടാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്ര ശക്തമായി അത് നിങ്ങളെ ബാധിക്കില്ല. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ പ്രതികരണത്തെയും കാണാൻ നിങ്ങൾ തുടങ്ങുകയാണ്. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണയെക്കുറിച്ച് പറയണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. പലർക്കും തോന്നും ധ്യാനം ചെയ്താൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന്. പക്ഷേ ധ്യാനം പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നില്ല. ഇത് പ്രശ്നങ്ങളെ കാണുന്ന നിങ്ങളുടെ ദൃഷ്ടികോണത്തെ മാറ്റുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു. കടലിൽ തിരമാലകൾ എപ്പോഴും ഉണ്ടാകും, അല്ലേ? പക്ഷേ ഒരു മികച്ച നീന്തൽക്കാരന് അവയെ ഭയമില്ല. അതേപോലെ ധ്യാനം ചെയ്യുന്ന ഒരാൾ ജീവിതത്തിൻ്റെ തിരമാലകളെ ഭയപ്പെടില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ചോദ്യം ഉയരും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പരീക്ഷണങ്ങൾ വരുന്നു? ചിലപ്പോൾ നമ്മൾ ദൈവത്തിനോട് പോലും നമ്മൾ പരാതിയാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതം നമ്മളെ തകർക്കാൻ പരീക്ഷണങ്ങൾ നൽകുന്നില്ല, നമ്മളെ വളർത്താനാണ് അവ വരുന്നത്. ഇപ്പോൾ ഒരു ഇരുമ്പ് തീയിൽ ചൂടാക്കി അടിച്ചെങ്കിൽ മാത്രമല്ലേ ഒരു ശക്തമായ വാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയോ എന്തെങ്കിലും ആകുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ശക്തമാകണം. ധ്യാനം ചെയ്യുന്ന ഒരാൾക്ക് ഒരു മാറ്റം സംഭവിക്കും. മുൻപ് ആ വ്യക്തി എല്ലാത്തിനും പ്രതികരിക്കുമായിരുന്നു. ഇപ്പോൾ അവൻ പല കാര്യങ്ങൾക്കും പ്രതികരിക്കാതെ നിശബ്ദമായി കാണാൻ തുടങ്ങും. ഈ നിശബ്ദത ദൗർബല്യമല്ല, അതങ്ങനെ ദൗർബല്യമാണെന്ന് മറ്റുള്ളവർ കാണും. ഇതൊരു വലിയ ശക്തിയാണ്. കാരണം നിശബ്ദതയിൽ നിന്നാണ് വ്യക്തത വരുന്നത്. നിങ്ങൾ ഒരിക്കൽ പ്രകൃതിയെ ശ്രദ്ധിച്ചു നോക്ക്. ഒരു മല, പർവ്വതം എത്ര നിശബ്ദമായാണ് നിൽക്കുന്നത്. എത്ര കാറ്റ് വന്നാലും അത് അനങ്ങുന്നില്ല, നീങ്ങുന്നില്ല. ഒരു വലിയ വൃക്ഷം എത്ര ശാന്തമായിട്ടാണ് വളരുന്നത്. പ്രകൃതി നമ്മളോട് പറയുന്ന ഒരു വലിയ പാഠം ഇതാണ്. യഥാർത്ഥ ശക്തി ശാന്തതയിലാണ്. ധ്യാനം ഒരു മനുഷ്യനെ ആ ശാന്തതയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യം അത് കുറച്ച് നിമിഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നിങ്ങളത് തുടരുമ്പോൾ, നിങ്ങളത് തുടർച്ചയാക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, മുമ്പ് നിങ്ങൾ പുറത്ത് തേടിയിരുന്ന സമാധാനം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ജീവിതത്തെ നിങ്ങൾ മറ്റൊരു കണ്ണോടെ കാണാൻ തുടങ്ങും. ആളുകളുടെ വാക്കുകൾ നിങ്ങളെ അധികം ബാധിക്കില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമുള്ള സ്ഥലം നിങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്ത് എപ്പോഴും ശാന്തതയുണ്ട്. അതാണ് ധ്യാനത്തിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹം. അത് ഒരു അത്ഭുതം പോലെ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അത് പതിയെ പതിയെ മനുഷ്യൻ്റെ ഉള്ളിൽ വിരിയുന്ന ഒരു പൂവിനെ പോലെയാണ്. നമ്മൾ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ പിന്തുടരും. എന്തുകൊണ്ട് ചിലരുടെ ജീവിതം വളരെ ലളിതമായിട്ട് പോകുന്നു? എന്തുകൊണ്ട് ചിലരുടെ ജീവിതം പ്രശ്നങ്ങളുണ്ടാകുന്നു? എന്തുകൊണ്ട് ചിലർ എത്ര ശ്രമിച്ചാലും അവർക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ മനുഷ്യനെ കാലങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നവയാണ്. പല ആത്മീയ മാർഗങ്ങളും ഇതിന് ഓരോ മറുപടികൾ പറയുന്നുണ്ട്.
മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും അവൻ്റെ പ്രവൃത്തികളുടെ പ്രതിഫലമാണ്. അതിനെ ചിലർ കർമ്മം എന്ന് വിളിക്കുന്നുണ്ട്. എന്നാൽ കർമ്മം എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. ഇത് മുൻജന്മത്തിൻ്റെ ശിക്ഷയാണോ എന്ന് പോലും ചോദിക്കുന്നവരുണ്ട്. പക്ഷേ കർമ്മത്തെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമല്ല. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ചെടിയായിട്ട് വളരും. നിങ്ങൾ എന്ത് വിത്താണ് നട്ടത് അതാണ് വളരുന്നത്. മാമ്പഴ വിത്ത് നട്ടാൽ മാമ്പഴം തന്നെ കിട്ടും, അല്ലേ? അതേപോലെ മനുഷ്യൻ്റെ ചിന്തകളും പ്രവൃത്തികളും ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എന്നാൽ ഇതിൽ വലിയൊരു രഹസ്യമുണ്ട്. ഈ ഫലങ്ങളെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ നിങ്ങളോടൊരു കഠിനമായ വാക്ക് പറയുകയാണ്. നിങ്ങളത് മനസ്സിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ആ വാക്ക് ദിവസം മുഴുവനും നിങ്ങളെ അലട്ടും. രാത്രി വരെ അത് നിങ്ങൾക്ക് ഓർമ്മ വരും. എന്നാൽ മറ്റൊരാൾ അതേ വാക്ക് കേട്ടിട്ടും അതിനെ ഒരു ചെറിയ ശബ്ദം പോലെ വിട്ടുകളയും. ആ വാക്ക് അവനെ അധികം ബാധിക്കുന്നില്ല. ഇവിടെ സംഭവിച്ചത് ഒരേ കാര്യമാണ്, പക്ഷേ അനുഭവം വ്യത്യസ്തമാണ്. ധ്യാനം മനുഷ്യനെ ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ്. നമ്മൾ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അവയെ കാണുന്ന നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങാം. ഇതാണ് ധ്യാനത്തിൻ്റെ വലിയൊരു ശക്തി. ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പലരും ജീവിതത്തിൽ സമാധാനം കിട്ടാൻ പുറത്തുള്ള കാര്യങ്ങളെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അവർ കരുതുന്നത് കൂടുതൽ പണം കിട്ടിയാൽ സന്തോഷം കിട്ടും, കൂടുതൽ ബഹുമാനം കിട്ടിയാൽ സമാധാനം കിട്ടും, വലിയ വീട്, നല്ല സ്ഥാനം, മറ്റുള്ളവരുടെ അംഗീകാരം ഇവയെല്ലാം ലഭിച്ചാൽ മനസ്സ് ശാന്തമാകുമെന്ന് അവർ കരുതുന്നു. പക്ഷേ നിങ്ങൾ ഈ ലോകത്തിലെ പല വിജയികളെയും ജീവിതം നോക്ക്. അവർക്കെല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ ഉള്ളിൽ വലിയൊരു ശൂന്യത അനുഭവപ്പെടും. അതിൻ്റെ കാരണം സമാധാനം പുറത്തുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്നില്ല എന്നതാണ്. അത് ഉള്ളിൽ നിന്ന് തന്നെ വളരേണ്ട ഒരു കാര്യമാണ്. ധ്യാനം മനുഷ്യനെ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ശാന്തമായി ഇരുന്ന് ശ്വാസത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം മനസ്സ് അലഞ്ഞു തിരിയും. അത് സ്വാഭാവികമാണ്. വർഷങ്ങളായി അത് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ നിങ്ങൾ ക്ഷമയോടെ തുടങ്ങുമ്പോൾ ഒരു ചെറിയ മാറ്റം നിങ്ങളിൽ ആരംഭിക്കും. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കാണാൻ തുടങ്ങും. ചില ചിന്തകൾ ഭയത്തിൽ നിന്നാണ് വരുന്നത്, ചിലത് പഴയ വേദനകളിൽ നിന്നാണ് വരുന്നത്, ചിലത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തതിൽ നിന്നാണ് വരുന്നത്. മുമ്പ് ഈ ചിന്തകൾ നിങ്ങളെ മുഴുവനായി പിടിച്ചിരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അവയെ കാണുന്ന ഒരാളായി മാറുകയാണ്. ഇത് വളരെ വലിയൊരു മാറ്റമാണ്. കാരണം ഈ നിമിഷത്തിൽ നിങ്ങൾ മനസ്സിൻ്റെ അടിമയല്ല, നിങ്ങൾ മനസ്സിനെ കാണുന്ന സാക്ഷിയായി മാറുകയാണ്. ഈ സാക്ഷിബോധമാണ് പല ആത്മീയ മാർഗങ്ങളിലും മോക്ഷത്തിലേക്കുള്ള വാതിൽ എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ ഇത് തുടങ്ങുകയാണ്. നിങ്ങൾ ദിവസവും കുറച്ച് സമയം നിശബ്ദമായി ഇരിക്കുമ്പോൾ ആ നിശബ്ദതയുടെ രുചി മനസ്സിന് അറിയാൻ തുടങ്ങും. അതൊരു ചെറിയ ശാന്തത പോലെ തുടങ്ങും. പിന്നീട് അതൊരു ആഴമുള്ള സമാധാനമായി മാറും. പല സന്യാസിമാരും പറഞ്ഞ ഒരു മനോഹരമായ വാക്കുണ്ട്. അവർ പറയുന്നത് മനുഷ്യൻ സമാധാനം തേടേണ്ട ഒന്നല്ല, സമാധാനം അവൻ്റെ സ്വഭാവം തന്നെയാണ്. പക്ഷേ ചിന്തകളുടെ പൊടി അതിനെ മൂടി വെച്ചിരിക്കുകയാണെന്ന് മാത്രം. ധ്യാനം ആ പൊടിയെ പതിയെ നീക്കുന്നത് പോലെയാണ്. ഒരു കണ്ണാടി പൊടി പിടിച്ചാൽ, അത് പൊടി കൊണ്ട് മൂടപ്പെട്ടാൽ അതിലൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ അത് ശുദ്ധമാക്കിയാൽ അതിലെല്ലാം വ്യക്തമായി പ്രതിഫലിക്കും. മനുഷ്യൻ്റെ മനസ്സും അതുപോലെ തന്നെയാണ്. ധ്യാനം അതിനെ ശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു ചെറിയ സത്യം തിരിച്ചറിയും. നിങ്ങൾ ജീവിതം മുഴുവൻ തേടിയിരുന്ന സമാധാനം എവിടെയും പോകേണ്ടതില്ലായിരുന്നു. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അല്പം നിശബ്ദമായി ഇരിക്കുമ്പോൾ അത് സ്വയം പ്രത്യക്ഷപ്പെടും. ആ നിമിഷത്തിൽ മനുഷ്യൻ ലോകത്തെ മറ്റൊരു കണ്ണോടെ കാണാൻ തുടങ്ങും. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ അവ ഇനി അത്ര നിങ്ങളെ ഭയപ്പെടുത്തില്ല. കാരണം ഉള്ളിലൊരു ആഴമുള്ള ശാന്തത ഉണ്ടെന്ന് അവൻ തിരിച്ചറിയുകയാണ്. അതാണ് ധ്യാനം. മനുഷ്യന് നൽകുന്ന യഥാർത്ഥമായ സ്വാതന്ത്ര്യമാണ് ധ്യാനം. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നിമിഷം വരും. ആ നിമിഷം മനുഷ്യൻ ഒരു ചെറിയ ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ഞാൻ എന്തിനാണ് ഇത്രയും ഓടുന്നത്? ഞാൻ എന്താണ് തേടുന്നത്? ഈ ചോദ്യം സാധാരണയായി ഒരു മനുഷ്യൻ വളരെ തിരക്കുള്ള സമയത്ത് ചോദിക്കാറില്ല, അല്ലെങ്കിൽ അവൻ്റെ സന്തോഷം നിറഞ്ഞ സമയങ്ങളിൽ ചോദിക്കാറില്ല. ജീവിതം അല്പം ഡൗൺ ആകുമ്പോൾ, നിശബ്ദമാകുമ്പോൾ, അല്ലെങ്കിൽ വലിയ ഒരു അനുഭവം കഴിയുമ്പോൾ, ചിലപ്പോൾ ദുഃഖം വന്നപ്പോൾ ഈ ചോദ്യം മനസ്സിലുണ്ടാകും. ഈ ചോദ്യം ഉയരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു പുതിയ യാത്ര തുടങ്ങുന്നതിൻ്റെ അടയാളമാണ്. കാരണം ഈ നിമിഷത്തിലാണ് മനുഷ്യൻ പുറത്തുള്ള ലോകത്തിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് തിരിയുന്നത്. ഈ ലോകം പല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. എങ്ങനെ പണം സമ്പാദിക്കാം,
എങ്ങനെ വിജയം നേടാം, എങ്ങനെ മറ്റുള്ളവരുമായി മത്സരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ യഥാർത്ഥ സമാധാനം എവിടെയാണ് എന്നത് ഈ ലോകം നമ്മളോട് വളരെ അപൂർവമായി മാത്രമേ പറയുകയുള്ളൂ. അത് പഠിപ്പിക്കുന്ന കോളേജുകളൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കരുതുന്നത് സന്തോഷം ഒരു ലക്ഷ്യമാണ് എന്നാണ്. ഈ സന്തോഷത്തിനു വേണ്ടിയാണ് നമ്മൾ അലമുറയിടുന്നത്. ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷവാനാകും എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ ഒരു കാര്യം കിട്ടിയാൽ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ആ മനസ്സൊന്ന് പിടിച്ചു നിൽക്കുന്നത്. അതിനുശേഷം മനസ്സ് മറ്റൊരു കാര്യം തേടാൻ തുടങ്ങും. അതാണ് മനസ്സിൻ്റെ സ്വഭാവം. അത് എല്ലായ്പ്പോഴും അടുത്ത ഒരു കാര്യം തേടിക്കൊണ്ടേയിരിക്കും. ഒന്ന് കിട്ടിയാൽ അടുത്തത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഒരിക്കലും പൂർണ്ണമായി തൃപ്തനാകാത്തതും. ഇവിടെ ഒരു വലിയ രഹസ്യം മനസ്സിലാക്കണം നമ്മൾ. സന്തോഷം നമ്മൾ പിന്തുടരേണ്ട ഒന്നല്ല. സന്തോഷം നമ്മൾ നിർത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒന്നാണ്. ഒരു തടാകത്തിൽ ഇപ്പോൾ കല്ലെറിയുമ്പോൾ വെള്ളം അലയുണ്ടാകും അല്ലേ? പക്ഷേ നിങ്ങളൊന്നും ചെയ്യാതെ നിശബ്ദമായി കാത്തിരുന്നാൽ ആ വെള്ളം വീണ്ടും ശാന്തമാകും. മനുഷ്യൻ്റെ മനസ്സും അതുപോലെ തന്നെയാണ്. ധ്യാനം മനുഷ്യനെ ഈ നിശബ്ദതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആദ്യം അത് കുറച്ച് നിമിഷങ്ങൾ മാത്രം തോന്നും. പക്ഷെ നിങ്ങളത് തുടരുമ്പോൾ ആ നിശബ്ദത നിങ്ങളുടെ ഉള്ളിൽ പതിയെ വളരാൻ തുടങ്ങും. നിങ്ങൾക്ക് മുൻപ് ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധയിൽ വരും. ഒരു പക്ഷിയുടെ ശബ്ദം, ഒരു കാറ്റിൻ്റെ സ്പർശം, ഒരു സൂര്യപ്രകാശം. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ഇപ്പോൾ കൂടുതൽ ജീവിതത്തോട് ചേർന്ന് നിങ്ങൾക്ക് തോന്നും. ഇതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. കാരണം മുമ്പ് മനുഷ്യൻ ഭാവിയിലോ പഴയ ഓർമ്മയിലോ ആണ് ജീവിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ ഇപ്പോഴുള്ള നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങുകയാണ്. ഈ നിമിഷം തന്നെയാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥമായ സ്ഥലം. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ കാണുന്നതെല്ലാം നമ്മളുടെ ഉൾക്കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ പഠിക്കുന്നത്. പല സന്യാസിമാരും സിദ്ധന്മാരും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവനും ഒരു സ്വപ്നം പോലെയാണ് ജീവിക്കുന്നത്. അവർ ചിന്തകളിൽ കുടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം അവൻ ആ ചിന്തകളിൽ നിന്ന് അല്പം പുറത്തേക്ക് വരുമ്പോൾ അവനൊരു പുതിയ ലോകം കാണാൻ തുടങ്ങും. അത് പുറത്തുള്ള ലോകമല്ല, അത് ഉള്ളിലെ ലോകം തന്നെയാണ്. ഈ ഉള്ളിലെ ലോകത്തിൽ ഒരു വലിയ സമാധാനമുണ്ട്. അവിടെ താരതമ്യമില്ല, മത്സരമില്ല, ഭയമില്ല. അവിടെ ഒരു നിശബ്ദമായ സാന്നിധ്യം മാത്രമാണുള്ളത്. ചിലർ അതിനെ ആത്മാവെന്ന് വിളിക്കും, ചിലർ ദൈവമെന്ന് വിളിക്കും, ചിലർ ശുദ്ധബോധമെന്ന് വിളിക്കും. പേരുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ അനുഭവം ഒന്ന് തന്നെയാണ്. ധ്യാനം മനുഷ്യനെ ഈ അനുഭവത്തിലേക്ക് പതിയെ നയിക്കുന്നു. നിങ്ങൾ ദിവസവും കുറച്ച് സമയം ശാന്തമായിരിക്കുമ്പോൾ ആദ്യം അതൊരു അഭ്യാസം പോലെ തോന്നും. പക്ഷെ പിന്നീട് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. നിങ്ങൾ എന്ത് ചെയ്താലും ഉള്ളിൽ ഒരു ചെറിയ ശാന്തത തുടരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോഴാണ് ജീവിതം തന്നെ മാറി തുടങ്ങുന്നത്. മുമ്പ് നിങ്ങൾ ഓരോ കാര്യത്തിനും ഒരുപാട് പ്രതികരിച്ചിരിക്കുന്നതായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടാവും. എന്താണ് പ്രധാനമെന്ന്, എന്താണ് അത്ര പ്രധാനമില്ലാത്തതെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടെ ഒരു വലിയ തിരിച്ചറിവാണ് സംഭവിക്കുന്നത്. ജീവിതം നമ്മൾ കരുതുന്നത് പോലെ ഒന്നും സങ്കീർണമല്ല. നമ്മളാണ് അതിനെ സങ്കീർണമാക്കുന്നത്. മനസ്സ് നിരന്തരം കഥകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും. ഇത് സംഭവിച്ചാൽ ഞാൻ സന്തോഷവാനാകും, അത് നഷ്ടപ്പെട്ടാൽ ഞാൻ തകർന്നു പോകും എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളിൽ നമ്മളാണ് ഇരിക്കുന്നത്. പക്ഷേ ധ്യാനത്തിൽ നിങ്ങൾ ആ കഥകളെ കാണാൻ തുടങ്ങും. അപ്പോൾ അവയുടെ ശക്തി കുറയും. ഇത് സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം വളരാൻ തുടങ്ങും. പുറത്തുള്ള സാഹചര്യങ്ങൾ മാറിയാലും ഉള്ളിൽ ഒരു ശാന്തത തുടരും. ഇതാണ് പല ആത്മീയ മാർഗങ്ങളും പറയുന്ന യഥാർത്ഥമായ സമാധാനം. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നത് നിങ്ങൾ ജീവിതം മുഴുവനും അന്വേഷിച്ചിരുന്ന ദൈവം, സമാധാനം, സന്തോഷം ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ അല്പം നിശബ്ദമായി ഇരിക്കാൻ മാത്രം വൈകി. അതുമാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്ത തെറ്റ്. ആ നിമിഷത്തിലാണ് ധ്യാനം ഒരു അഭ്യാസമല്ലാതെ ഒരു അനുഭവമായി മാറുന്നത്. നമ്മൾക്ക് ഈ വീഡിയോയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ അനുഭവം നമ്മൾക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എവിടെയാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ വീട്ടിലായാലും ഒരു ശാന്തമായ ഇടത്തിലായാലും ഈ നിമിഷം കുറച്ച് സമയം നിങ്ങളുടെ സ്വന്തം ഉള്ളിലേക്ക് നമ്മൾക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അല്പം ശാന്തമായിട്ടിരിക്കുക. ശരീരം സുഖമായി ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് എവിടെയും പോകേണ്ടതില്ല. കുറച്ച് നിമിഷം ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നിന്ന് നിർത്തി നിൽക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് ശ്വാസം പോകുന്നു. ഇത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതിന്. അത് സ്വാഭാവികമായിട്ട് നടക്കട്ടെ. നിങ്ങൾ വെറുതെ ആ ശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ശ്വാസം അകത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ശാന്തത ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് അനുഭവിക്കുക.
ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ക്ഷീണം പതിയെ പുറത്തേക്ക് പോകുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ വീണ്ടും ശ്വാസം ശ്രദ്ധിക്കുക. അകത്തേക്ക് വരുന്നു, പുറത്തേക്ക് പോകുന്നു, വളരെ സ്വാഭാവികമായിട്ട്. ഈ ശ്വാസം നിങ്ങളുടെ ജനന നിമിഷം മുതൽ നിങ്ങളോടൊപ്പമുള്ള ഒരു നിശബ്ദ സുഹൃത്താണ്. ഈ സുഹൃത്തിനെയാണ് നിങ്ങൾ ഇത്ര നാളും മനസ്സിലാക്കാൻ വൈകിയത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരാം, അത് പ്രശ്നമല്ല. ചിന്തകൾ വന്നാൽ അവയെ തടഞ്ഞു നിർത്തേണ്ട ആവശ്യമില്ല. അവയെ പിന്തുടർന്ന് അതിൻ്റെ പുറകെ പോവുകയും വേണ്ട. ആകാശത്തിൽ മേഘങ്ങൾ ഒഴുകുന്നത് പോലെ അവയെ കടന്നു പോകാൻ അനുവദിക്കുക. വന്നു പോകട്ടെ. നിങ്ങൾ വീണ്ടും ശ്വാസത്തിലേക്ക് തിരിച്ചു വാ. ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തെ അല്പം ശ്രദ്ധിക്കുക. മുഖം ശാന്തമാണ്, കൈകൾ ശാന്തമാണ്, ഭുജങ്ങൾ ശാന്തമാണ്, ശരീരം മുഴുവനും പതിയെ വിശ്രമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുപോവാ. അവിടെ ഒരു ശാന്തമായ സ്ഥലം ഉണ്ടെന്ന് അനുഭവിക്കാൻ ശ്രമിക്കുക. ആ സ്ഥലത്ത് ഒരു നിശബ്ദമായ പ്രകാശം ഉണ്ടെന്ന് കരുത്. ആ പ്രകാശം വളരെ സൗമ്യമാണ്, വളരെ ശാന്തമാണ്. ഓരോ ശ്വാസത്തോടും കൂടി ആ പ്രകാശം അല്പം വളരുന്നതായി അനുഭവിക്കുക. അത് നിങ്ങളുടെ ഹൃദയം നിറയ്ക്കുകയാണ്. പിന്നീടത് ശരീരമൊട്ടാകെ പടരുന്നു. തല മുതൽ കാൽ വരെ ഒരു ശാന്തത. ആ ശാന്തത ശരീരം മുഴുവനും നിറയുന്നതായി അനുഭവിക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം തിരിച്ചറിയാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമുള്ള സാന്നിധ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ചിലർ അതിനെ ദൈവമെന്ന് വിളിക്കും, ചിലർ ആത്മാവെന്ന് വിളിക്കും, ചിലർ ശുദ്ധബോധമെന്ന് വിളിക്കും. പേരുകൾ എന്താണെങ്കിലും അത് വളരെ ശാന്തമായ ഒരു സാന്നിധ്യമാണ്. ഇപ്പോൾ കുറച്ച് നിമിഷം ആ ശാന്തതയിൽ വിശ്രമിക്കുക. ഒന്നും ചെയ്യേണ്ടതില്ല, വെറുതെ അനുഭവിക്കുക. ശ്വാസം അകത്തേക്ക്, ശ്വാസം പുറത്തേക്ക്. ഈ നിശബ്ദ നിമിഷങ്ങളിൽ ഒരു ചെറിയ സത്യം മനസ്സിലാക്കണം നിങ്ങൾ. ജീവിതം എത്ര സങ്കീർണമായാലും, ലോകം എത്ര തിരക്കുള്ളതായാലും, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ശാന്തമായ സ്ഥലമുണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് നിമിഷത്തിലും അവിടെ എത്താം. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം അല്പം ആഴത്തിൽ അനുഭവിക്കുക. ശരീരത്തെ വീണ്ടും ശ്രദ്ധിക്കുക. കൈകൾ, കാലുകൾ, ശരീരം എല്ലാം വീണ്ടും ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് തയ്യാറാണെന്ന് തോന്നുമ്പോൾ കണ്ണുകൾ തുറക്കാം. ഈ ചെറിയ നിമിഷം നിങ്ങൾക്ക് എന്തെങ്കിലും ശാന്തത നൽകിയെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ കുറച്ച് സമയം നിശബ്ദമായി ഇരുന്നതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് സ്വയം പുറത്തു വന്നത് അനുഭവിക്കാൻ പറ്റിയത്. ഈ അനുഭവം നിങ്ങൾ ദിവസവും കുറച്ച് നിമിഷം തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടാകും. പുറത്തുള്ള ലോകം അതേപോലെ തന്നെയായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമുള്ള സമാധാനം വളരും. ഇത് ഒരു അത്ഭുതമൊന്നുമല്ല, ഇത് മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥയാണ്. ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ ഒരു ചെറിയ കാര്യമാണ് ഓർമ്മിക്കേണ്ടത്. നിങ്ങളുടെ ശ്വാസം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കാലം വരെ സമാധാനത്തിലേക്കുള്ള വാതിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തുറന്നിരിക്കുകയാണ്. ഒരിക്കൽ വീണ്ടും ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ അന്വേഷിച്ചിരുന്ന ദൈവം, സമാധാനം, സന്തോഷം എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നെന്ന്. നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ ധ്യാനത്തിൻ്റെ അനുഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമീപിക്കേണ്ടത് വേറെ എവിടെയുമല്ല. ധ്യാനത്തിനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ VMC മലയാളം മെഡിറ്റേഷൻ ചാനലിനെ പിന്തുടരുക. അവിടെ കിട്ടുന്ന ആ അപരിമിതമായ അറിവുകൾ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയിരിക്കും. ഞാൻ അതിന് അനുഭവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ സുദീർഘമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നന്ദിയും കടപ്പാടും VMC മലയാളം മെഡിറ്റേഷൻ ചാനലിനും സീമാജിക്കും മാത്രമാണ്. എൻ്റെ മഹാദേവനാണ് എന്നിലിരുന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.